ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തക്ക വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 3 മീഡിയം സൈസ് ഏത്തക്ക നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം പഴുപ്പുള്ളൊരു ഏത്തക്ക എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പഴുത്തത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊരു ഫോർക്ക് കൊണ്ട് ഇതൊന്ന് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത്തക്കയുടെ പഴുപ്പിനനുസരിച്ച് മൈദയുടെ അളവിൽ വ്യത്യാസം വരും. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതായത് സോഡാ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ മൈദയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് കൂടി ചേർക്കുന്നുണ്ട്, അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കൈ നനച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ബോളാക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോളായി വരുന്നുണ്ടെങ്കിൽ ഇത് മതി. ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഒരു ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുക്കും. കരിഞ്ജീരകത്തിന് പകരം കറുത്ത എള്ളാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് എടുത്ത ഭാഗം മിസ്സായി പോയതാണ്. അപ്പോൾ അത് ചേർക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കാം. ഞാൻ 1/2 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് വെള്ളം തന്നെയാണ് ചേർത്തത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ. ഇനി കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കൈ മുക്കിയിട്ട് ആ ഏത്തക്കയുടെ മിക്സിൽ നിന്ന് ഇതുപോലൊരു ബോളാക്കിയെടുത്ത് ആ ബാറ്ററിലേക്ക് ഇട്ടിട്ട് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൈ ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കാനായിട്ട് മറക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ ഏത്തക്ക ഒട്ടിപ്പിടിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ചെറിയൊരു ഗോൾഡൻ കളർ ഇതുപോലെ വരുമ്പോൾ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചു വിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ 2 സൈഡും വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈസി ആയിട്ടുള്ള ബനാന സ്നാക്ക്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.